എൻ്റെ പേര് തങ്കച്ചൻ എന്നാണ്. വീട്ടുപേര് തുണ്ടിയിൽ. ഹൈറേഞ്ചിലായിരുന്നു 2-3 വർഷം മുമ്പ് വരെ. ഇപ്പോഴാണ് ഞാൻ കുടക്കച്ചറ, പാലായിക്കടുത്ത് കുടക്കച്ചറ എന്ന ഇടവകയിൽ താമസിക്കുന്നു. സുവിശേഷം പ്രഘോഷിക്കുന്നു, മാധ്യമങ്ങൾ കൂടെ എഴുതുന്നു, അങ്ങനെ ഈശോയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. എല്ലാ ദിവസവും ഏറ്റവും കുറഞ്ഞത് 10 ജപമാലയെങ്കിലും ഞാൻ എല്ലാ ദിവസവും ചെല്ലും. പക്ഷേ എങ്കിൽ പോലും ഇതിൻ്റെ പ്രചോദനം കിട്ടിയൊരു സംഭവമാണ് ഞാൻ നിങ്ങളായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് നെല്ലിപ്പാറ ഇടവക്കാരനായിരുന്ന കാലത്ത് ഒക്ടോബർ മാസം എൻ്റെ ഇടവകയുടെ പതിവുണ്ട്. ഇടവകയിൽ പള്ളിയിൽ നിന്ന് മാതാവിൻ്റെ സ്റ്റാച്ചു എടുത്ത് ഒരു വീട്ടിൽ കൊണ്ടുവെക്കുന്നു. ആ വീട്ടിൽ 24 മണിക്കൂർ ആ സ്റ്റാച്ചു വെച്ച് പ്രാർത്ഥിക്കുന്നു. 18 വാർഡാണുള്ളത്. ആ 18 വാർഡിലും ഓരോ വീട്ടിൽ കൊണ്ടുവച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു. അത് വളരെയേറെ അനുഗ്രഹപ്രദമാണ്. വികാരിയച്ഛൻ്റെ നേതൃത്വത്തിൽ പ്രദക്ഷിണമായിട്ടാണ് ഓരോ വീട്ടിലോട്ടും കൊണ്ടുപോകുന്നത്. ഒരു വീട്ടിൽ നിന്ന് അടുത്ത വീട്ടിലോട്ടും പ്രദക്ഷിണമായിട്ട് കൊണ്ടുപോകുന്നു. അപ്പോൾ ഒരു വീട്ടിൽ കൊണ്ടുവച്ച് ആ വീട്ടിൽ 2 വാർഡിലെ ആൾക്കാർ ഒരുമിച്ചിരുന്ന് ജപമാല ചൊല്ലി പകൽ മുഴുവനും ജപമാല ചൊല്ലുവാണ്. അങ്ങനൊരു സംവിധാനമാണ് ഇടവകയിലുള്ളത്. അപ്പോൾ ഇപ്രകാരം വീട് ഒരു വർഷത്തിൽ 18 വീട്ടിലോ മാതാവിന് ചെല്ലാനുള്ള സാധ്യതയുള്ളു. അത് കഴിഞ്ഞ് വീണ്ടും ആ സ്റ്റാച്ചു ഇടവകയിലേക്ക് കൊണ്ടിരുന്നു. വീണ്ടും പള്ളിക്കലാണ് നമസ്കാരം തുടങ്ങുന്നത്. അങ്ങനെ ഒരു അവസരത്തിൽ വീടുകൾ തീരുമാനിക്കുന്നത് കുറിയിട്ടാണ്. അങ്ങനെ ഒരു ദിവസം ആരുടെ വീട്ടിൽ മാതാവ് വരണം എന്ന് കുറിയിട്ടുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ എല്ലാവരും ആഗ്രഹിച്ച് ദാഹിച്ച് പ്രാർത്ഥിച്ചു, എൻ്റെ വീട്ടിൽ വരണമേ എന്നാഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഞാൻ പ്രാർത്ഥിച്ചു, എൻ്റെ വീട്ടിൽ വരേണ്ടത് ഞാൻ പ്രാർത്ഥിച്ചു. കാരണം മറ്റൊന്നും കൊണ്ടല്ല, അന്നത്തെ കാലത്ത് നല്ല ചിലവാണിത്. അതായത് മാതാവിനെ കൊണ്ടുവന്ന് മുറി അലങ്കരിക്കണം, അതോടൊപ്പം തന്നെ വരുന്നവർക്ക് ഭക്ഷണം കൊടുക്കണം, മാതാവിനെ കൊണ്ടുവരുന്ന അന്നും കൊണ്ടുപോകുന്ന അന്നും ഭക്ഷണം കൊടുക്കണം. ഏറ്റവും കുറഞ്ഞത് അന്നത്തെ കാലത്ത് ഒരു 10,000 രൂപയെങ്കിലും ഉണ്ടല്ലോ നമുക്ക് ഈ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് നിർവഹിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ എൻ്റെ വീട്ടിൽ എനിക്ക് കിട്ടരുതെന്ന് ആഗ്രഹിച്ചു. പക്ഷേ കുറിയിട്ടപ്പോൾ തങ്കച്ചൻ തുണ്ടിയിൽ നിന്ന് കുറി കിട്ടി. അപ്പോഴെനിക്ക് സന്തോഷവും തോന്നി, സങ്കടവും തോന്നി. സന്തോഷം തോന്നാൻ കാരണമുണ്ട്. ഞാൻ എൻ്റെ വീട്ടിൽ മാതാവ് വരണ്ട എന്ന് ആഗ്രഹിച്ചിട്ടും മാതാവ് എൻ്റെ വീട്ടിൽ വരാൻ മനസ്സായ ആ ഒരു നല്ല മനസ്സിനെ ഓർത്ത് ഞാൻ സന്തോഷിച്ചു. രണ്ടാമത് എനിക്ക് സങ്കടം വന്നത് എൻ്റെ വീട്ടിൽ വരരുതെന്ന് ഞാൻ ആഗ്രഹിച്ചല്ലോ, അതോർത്ത് എനിക്ക് സങ്കടവും തോന്നി. ഏതായാലും അന്ന് ഞാനൊരു തീരുമാനമെടുത്തു. മാതാവേ, എൻ്റെ വീട്ടിൽ ഞാൻ ആഗ്രഹിക്കാതെ മാതാവ് വന്നു. അതുകൊണ്ട് എൻ്റെ വീട്ടിൽ മാതാവിൻ്റെ രൂപം കൊണ്ടുവെക്കുന്ന ആ സമയം മുതൽ എൻ്റെ വീട്ടിൽ നിന്നും മാതാവിനെ കൊണ്ടുപോകുന്ന സമയം വരെ 24 മണിക്കൂർ ഞാനങ്ങനെ വേണ്ടാന്ന് ആഗ്രഹിച്ചതിന് പരിഹാരമായിട്ട് ജപമാലയെല്ലാം തീരുമാനിച്ചു. ഞാൻ വികാരിയച്ഛനോട് അക്കാര്യം ചെന്ന് പറഞ്ഞു. അച്ഛൻ അങ്ങനെ ഞാൻ ഇങ്ങനെ തീരുമാനമെടുത്തു. അച്ഛൻ സമ്മതിച്ചു. അപ്പോൾ ഞാൻ ഓർത്തപ്പോൾ അതിൻ്റെ അകത്ത് ഉറക്കം വരുന്ന സംവിധാനമൊക്കെ രാത്രി അല്ലെങ്കിൽ പകൽ മാത്രം നമ്മൾ പ്രാർത്ഥിച്ചിരുന്നാൽ മതി. സാധാരണ രീതിയിൽ പകൽ പ്രാർത്ഥിക്കുന്നു. ആ പകൽ പ്രാർത്ഥിക്കുന്നത് പോലും ഒരേ മണിക്കൂറോ ഓരോ വീട്ടുകാരും വന്ന് എപ്പോഴും മാതാവിൻ്റെ അടുത്ത് ആൾ വേണം, രാത്രി ഒഴികെ. ആ രീതിയിലാണ് സംവിധാനങ്ങൾ. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു, അമ്മയോട് പറഞ്ഞു, അമ്മേ 24 മണിക്കൂർ അമ്മയുടെ സന്നിധിയിൽ ഇരുന്ന് ജപമാലയെല്ലാം തീരുമാനിച്ചിരിക്കുന്നു. വികാരിയച്ഛനോട് പറഞ്ഞ അച്ഛൻ സമ്മതിച്ചു. അഥവാ ഉറങ്ങിപ്പോയെങ്കിൽ മടുത്തെങ്കിൽ എന്ന് ആഗ്രഹിച്ച് 2-3 കൂട്ടുകാരെയും കൂടെ വിളിച്ചു വരുത്തി. അങ്ങനെ ഒരു ജപമാല 24 മണിക്കൂർ ആ വീട്ടിൽ ചൊല്ലി. അപ്പോൾ രാവിലെ 6 മണിക്ക് ഞാൻ കുർബാനയ്ക്ക് പോകണം. കുർബാനയ്ക്ക് പോയിട്ട് വരുമ്പോൾ 8 മണിയാകും. ആ 2 മണിക്കൂറും മാതാവിൻ്റെ അടുത്ത് ആളില്ലാതെ വരരുത്. അങ്ങനത്തെ സംവിധാനത്തിൽ ഞാൻ മാതാവുമായിട്ട് ഒരു ബന്ധത്തിൽ വന്ന് അന്ന് ഞാനൊരു തീരുമാനം എടുത്തതാണ്. ഒരു ദിവസം ഏറ്റവും കുറഞ്ഞത് 10 ജപമാലയെങ്കിലും ഞാൻ ചൊല്ലിയിരിക്കും. അതിനുശേഷം ഇന്ന് വരെയും 10 ജപമാലയെങ്കിലും ചെല്ലാത്ത ദിവസം എൻ്റെ ജീവിതത്തിലില്ല. അങ്ങനെ മാതാവുമായിട്ട് ഞാൻ നല്ലൊരു ബന്ധത്തിലായിരിക്കുന്നു. മാതാവിനോട് ചേർന്ന് പോയി കഴിഞ്ഞാൽ, പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പല അനർത്ഥങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും നിങ്ങൾക്ക് സംരക്ഷണം നൽകും. മാതാവ് നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് തന്നെ ഒരു പ്രേരണ തരും കേട്ടോ. മാതാവിൻ്റെ പ്രത്യക്ഷപ്പെടലുകളെല്ലാം അടുത്ത കാലത്ത് ഞാൻ ഓർക്കുന്നു. മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി, ജപമാലയിൽ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി മാതാവ് ഫാത്തിമ ലൂർദ് അങ്ങനെയുള്ള സ്ഥലത്ത് മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലത്തൊക്കെ എനിക്ക് പോകാൻ മാതാവിനെ സഹായിച്ചു. അപ്പം ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ കാരണം ഈ പ്രത്യക്ഷപ്പെടുന്ന സ്ഥലങ്ങളിലെല്ലാം മാതാവ് പറഞ്ഞ് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാനാണ്. അപ്പോൾ ഒരു ദിവസം 2009 മാർച്ച് 15-ാം തീയതി 5:30 ആയപ്പം എന്നോട് മാതാവ് പറയുവാണ്, എനിക്കൊരു തോന്നലാണ്, എൻ്റെ ഉള്ളിലൊരു തോന്നൽ തരുവാണ്, ഇപ്പോൾ ഒന്നുമല്ല ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക. ഏതായാലും ഞാൻ 5:30 ജപമാല ചെല്ലാൻ ആരംഭിച്ചു. 5:45 സമയത്ത്
വലിയൊരു ഇടിവെട്ടൽ, പ്രകൃതിയിൽ ഒരു വലിയൊരു മാറ്റങ്ങൾ വരുത്തി. വലിയൊരു ഇടിവെട്ടലുണ്ടായി. എൻ്റെ മുറ്റത്ത് നിന്ന തെങ്ങിനിട്ട് ഇടിവെട്ടി, ആ തെങ്ങിൽ തീ കത്തി. സിറ്റിയിലിരിക്കുന്നവരെല്ലാം കണ്ടു. വലിയൊരു ഒച്ചയുണ്ടായി. അത് കഴിഞ്ഞ് എൻ്റെ അടുക്കളയിലേക്ക് ഇടിവെട്ടൽ കടന്നു വന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലം ഒരു കട്ടളയുടെ നടുക്കിരുന്നാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. ആ വാർക്കക്കട്ടളയുടെ എൻ്റെ തലയുടെ ആ ഭാഗത്ത്, ആ ലെവൽ ഭാഗത്ത് 2 സൈഡും ആ വാർക്കക്കട്ടള തകർത്തുകൊണ്ട് ആ മുറി ആകെ മറ്റെല്ലാ കറണ്ടും വിച്ഛേദിച്ചു. ഒത്തിരിയേറെ അനർത്ഥങ്ങൾ വരുത്തിക്കൊണ്ട് അവിടെ വലിയൊരു സംഭവം ഉണ്ടായി. സീറ്റിലിരുന്ന ആൾക്കാർ എല്ലാവരും ഈ ഒച്ചയും ഈ കത്തുന്നതൊക്കെ കണ്ട് ഓടി വന്നു. അന്നത്തെ TV-യിൽ പെട്ടെന്ന് വാർത്ത വന്നു. അതോടൊപ്പം തന്നെ പിറ്റേ ദിവസം പേപ്പറിൽ ഈ വാർത്ത വന്ന്. എൻ്റെ ഭാര്യയും മകനും വീട്ടിലുണ്ടായിരുന്നു. ഞങ്ങൾ 3 പേരാണ് ഉണ്ടായിരുന്നത്. അവരെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. കാരണം അവരൊക്കെ പെട്ടെന്ന് കുറച്ച് നേരത്തേക്ക് ചെവി കേൾക്കാൻ പറ്റില്ലാത്ത ഒരവസ്ഥയായി. പെട്ടെന്ന് അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു കൊണ്ടുവന്ന്. പക്ഷേ എനിക്ക് ആ സമയത്തുണ്ടായ അനുഭവമാണ് പ്രിയപ്പെട്ട ദൈവമക്കളെ ഞാൻ പങ്കുവെക്കുന്നത്. ആ സമയത്ത് ഒരമ്മയുടെ മടിയിലിരുന്നൊരു കുഞ്ഞ് ഒരമ്മയുടെ മടിയിലിരിക്കുമ്പോൾ ആ കുഞ്ഞ് വലിയൊരു ശബ്ദം കേട്ട് കഴിയുമ്പോൾ അമ്മയെ കെട്ടിപ്പിടിക്കുന്ന ഒരവസ്ഥകൾ. ഇത് മാത്രം എനിക്കൊരു മുറി മൊത്തം പുകയായിട്ടുള്ളത് മാത്രമേ എനിക്കറിയത്തുള്ളൂ. എന്നെ അത്ഭുതപ്പെടുത്തിയ സംഭവം, അത്രയേറെ കാര്യങ്ങൾ അവിടെ സംഭവിച്ചിട്ട് അവിടെ ഉണ്ടായിട്ടും ആ വീട്ടിൽ ആ പരിസരം മൊത്തം ആ മുറി മൊത്തം തകർന്നു പോയിട്ടും എനിക്ക് ഒരാപത്തും വരാതെ, ഒരു കുഴപ്പവും വരാതെ മാതാവിൻ്റെ സംരക്ഷണം എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓർക്കുന്നു, ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനുടെ അപേക്ഷിച്ചോളെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ സംഭവങ്ങളൊക്കെ നടന്നത്. പിന്നെ എന്നെ അതിലേറ്റവും ചിന്തിപ്പിച്ച കാര്യം, അങ്ങ് 30 ദിവസത്തേക്ക് പിന്നെ കറണ്ട് ഇല്ലാത്ത അവസ്ഥ വന്ന് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. മാതാവേ, എനിക്കൊരു മുറി വേണം, 2 മുറികളോ എനിക്ക് സാധാരണയുള്ളൂ, എനിക്ക് എഴുതാനൊരു മുറി വേണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് ഒരു മുറി പൂർണ്ണമായിട്ടും തകർത്ത് കളഞ്ഞുകൊണ്ട് ഈ സംഭവം ഉണ്ടായത്. എന്നതാണെന്ന് പറഞ്ഞാലും 30 ദിവസത്തിന് ശേഷം എനിക്ക് ഈ തകർന്നു പോയ മുറിയും ശരിയാക്കി വേറൊരു മനോഹരമായ മുറിയും മാതാവ് ക്രമീകരിച്ചെന്ന്. മാതാവിനോട് നമ്മൾ ചേർന്ന് പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്ത് അപകടങ്ങൾ, ആപത്തുകൾ ഒക്കെ വന്നാലും അതിൽ നല്ല നമുക്ക് സംരക്ഷണം കിട്ടും. അതിൻ്റെ പിറ്റേ ദിവസം രാവിലെ പള്ളിയിൽ പോവുകയാണ് ഞാൻ. പള്ളിയിൽ പോയപ്പോൾ 2 പ്രാർത്ഥന 2 വാക്കുകൾ എന്നെ ഒത്തിരിയേറെ കരയിച്ച ഒരവസ്ഥയുണ്ട്. സപ്രാ പ്രാർത്ഥന എന്ന് പറഞ്ഞൊരു പ്രാർത്ഥനയുണ്ട്. എല്ലാ ദിവസവും ഞാൻ സപ്രാ പ്രാർത്ഥനയിൽ മുടക്കമില്ലാതെ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അന്ന് സപ്രാ പ്രാർത്ഥന സാധാരണ സിസ്റ്റർമാരും ഞാനും മാത്രം, ആണുങ്ങളുടെ ഭാഗത്ത് ഞാൻ മാത്രമേ കാണുകയുള്ളൂ. അപ്പോൾ 2 ഗണങ്ങളായിട്ടാണ് ഈ സപ്രാ ചെല്ലിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു വശത്ത് നിന്ന് സിസ്റ്റർമാർ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ ഞാനിന് മറുപടിയായിട്ട് ഈ ഭാഗമാണെന്ന് ചൊല്ലി, സങ്കീർത്തനങ്ങൾ 91 അവൻ്റെ സങ്കടകാലങ്ങളിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും എന്ന് പറഞ്ഞപ്പോൾ ഞാൻ സത്യം പറഞ്ഞ പൊട്ടിക്കരഞ്ഞു പോയി. എന്നാലും ഞാൻ ഓർക്കുന്നു, വിശുദ്ധ ജോൺ ബോൾ മാർപ്പാപ്പ ഒരു കാര്യം പറയുന്നുണ്ട്, ഇപ്രകാരം പറയുന്നത്, ജപമാലയെക്കുറിച്ച് പറയുന്നുണ്ട്. എൻ്റെ സന്തോഷത്തിൻ്റെ വേളകളിലും ഉത്കണ്ഠകളുടെ മേഖലകളും ജപമാല എപ്പോഴും എൻ്റെ കൈകളിലുണ്ട്. എൻ്റെ ഉത്കണ്ഠകളെല്ലാം ഞാൻ മാതാവിലേക്ക് സമർപ്പിക്കുന്നു. എപ്പോഴും എനിക്ക് ആശ്വാസം നൽകുന്നു. ആ ഒരു ഭാഗം ഞാൻ ഓർത്ത്. അപ്പോഴാ എനിക്ക് ആശ്വാസം, എനിക്ക് സംരക്ഷണം നൽകി മാതാവ് എന്നെ കൈപിടിച്ച് നടത്തിയ ഒരു അനുഭവമാണ്. അതിനുശേഷം വീണ്ടും ആ സപ്രാ പ്രാർത്ഥന തന്നെ രണ്ടാമത് ആ സിസ്റ്റർമാർ അവിടെ നിന്ന് ഒരു ഭാഗം ചെല്ലിയപ്പോൾ ഞാൻ വീണ്ടും ഇപ്രകാരമാണ് ചെല്ലുന്നത്, രക്ഷിക്കുവാനുള്ള എൻ്റെ കഴിവ് ഞാനവനെ കാണിക്കുകയും ചെയ്യും. ആ ഭാഗം പ്രാർത്ഥിച്ചു കഴിയുമ്പോഴേ സത്യം പറഞ്ഞാൽ പൊട്ടിക്കരഞ്ഞു പോയി. കാരണം ആ പ്രാർത്ഥനയുടെയൊക്കെ അർത്ഥം അന്നാണ് എനിക്ക് മനസ്സിലായത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, പ്രാർത്ഥനയായിട്ട് മാതാവിനോട് ജപമാല, നമ്മുടെ യാത്രയിലായാലും നമ്മൾ ഏത് വഴിയിലാണേലും നമ്മൾ പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥനയിൽ നമുക്ക് മാതാവിൻ്റെ സംരക്ഷണം ഉണ്ടാകും. നമുക്ക് എപ്പോഴും ജപമാലയെല്ലാം യാത്രയിലായിരിക്കുന്ന സമയത്ത് ഞാൻ ഓർക്കുന്നു, ഒരു ദിവസം യാത്രയിലായിരുന്നു, ഒരു വാഹനത്തിൽ ഓട്ടോറിക്ഷയിൽ ഞാൻ യാത്ര ചെയ്യായിരുന്നു. ജപമാല ചൊല്ലിക്കൊണ്ടിരുന്ന സമയത്ത് ഇടയ്ക്ക് ഒരു ഓട്ടോറിക്ഷ ഒന്ന് മറിഞ്ഞ് കുറേയേറെ യാത്രക്കാർ അവത്തിലുണ്ടായിരുന്നു. എല്ലാവരെയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി, എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പോൾ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നപ്പോഴേ എന്നെ പരിശോധിച്ചിട്ട് എൻ്റെ എക്സ്റേ മറ്റ് സ്കാനിങ് ഒക്കെ ചെയ്തിട്ട് പറഞ്ഞ് എത്രയും പെട്ടെന്ന് വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുമോ, വളരെയേറെ അപകടങ്ങളാണ്,
5 വാരിയലിന് പൊട്ടലുണ്ടായിട്ടുണ്ട്, അതോടൊപ്പം ഒരു തോളലിനും പൊട്ടലുണ്ടായിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകാനാണ് പറയുന്നത്. ഏതായാലും അവരവിടുന്ന് ആ ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞു വിട്ട് വീണ്ടും പേരിൽ മിഷൻ ആശുപത്രിയുടെ ഉണ്ടിലാണ്. അവിടെ ചെന്ന് ആ സമയത്തും എനിക്ക് സഹിക്കാൻ മേലാത്ത വേദനയുണ്ടെന്നുള്ള വാസ്തവമാണ്, എങ്കിലും ഞാൻ ജപമാല ചൊല്ലിക്കൊണ്ടിരുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേ അവർ മൊത്തം ഒന്ന് സ്കാൻ ചെയ്തു. 1 മണിക്കൂറിനകം വലിയൊരു അത്ഭുതം സംഭവിച്ചായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 5 വാരിയലിൻ്റെ പൊട്ടൽ വെറും ഒറ്റ വാരിയലിൻ്റെ പൊട്ടലായിട്ട് മാറി. തോളലിൻ്റെ പൊട്ടൽ പോലും കണ്ടില്ല. എങ്കിലും അതല്പം സീരിയസ് ആയിരുന്നു. അപ്പോൾ എന്നെ അവിടെ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് സന്ദർശകരോട് പോലും സംസാരിക്കരുതെന്ന് പറഞ്ഞു. അവിടെ മാതാവിൻ്റെ സംരക്ഷണം ഞാൻ ഓർക്കുന്നു. ഏതായാലും 2 ദിവസം, ആ ദിവസം ഏറ്റവും ശക്തി പരിശുദ്ധ അമ്മയോടുള്ള പ്രാർത്ഥനയും വിശുദ്ധ കുർബാനയോടുള്ള ഇതാണ്. വിശുദ്ധ കുർബാനയ്ക്കായാലും അന്ന് ആ ഹോസ്പിറ്റലിൽ തന്നെ ചാപ്പലുള്ളായിരുന്നുകൊണ്ട് രാവിലെ വിശുദ്ധ കുർബാനയ്ക്ക് പോകാനായിട്ട് സാധിച്ചു. അതിനുശേഷം ഞാൻ ഓർക്കുന്നു 2 പ്രോഗ്രാമുകൾ ഞാൻ ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു. ഒന്ന് കൊല്ലത്തൊരു വചനപ്രഘോഷണം, അതെന്ന് പറഞ്ഞാൽ 100-120 കിലോമീറ്റർ അകലെ പോകേണ്ടതാണ്. അത് ഒരു കാരണവശാൽ അവർ ക്യാൻസൽ ചെയ്യാൻ പറ്റിയെന്ന് പറഞ്ഞു. അപ്പോഴും ഞാനൊരു കാറ് വിളിച്ച് ആ കാറിന് സാവകാശം വളരെ സ്പീഡ് കുറച്ചു. അവിടെ ചെന്നു. പക്ഷേ ഒത്തിരി ശബ്ദം എടുത്ത് സംസാരിക്കരുതെന്നൊക്കെയാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ എനിക്ക് അനുവാദവും ഇല്ല. എങ്കിൽ പോലും ഞാൻ ചെന്നു. ഞാൻ ഓർക്കുന്നു അവിടെ വചനം പറഞ്ഞു. എനിക്ക് ആ മേഖലയിൽ ആ വേദനയൊക്കെ പെട്ടെന്ന് അന്ന് തന്നെ വിട്ടുപോയി. വീണ്ടും 2ാമത്തെ പ്രോഗ്രാമിന് ഞാൻ ഓർത്ത് ബുദ്ധിമുട്ടായിരിക്കും. 2ാമത്തെ പ്രോഗ്രാമിന് ഞാൻ പോയി. ജപമാല ആരാധനയുണ്ട്. അപ്പോൾ ആരാധന രണ്ടും കൂടെ എനിക്ക് ആകുമായിരിക്കും എന്ന് ചിന്തിച്ചുകൊണ്ട് ആരാധനയ്ക്ക് വേറെ ആളെ ഞാൻ വിളിച്ചുകൊണ്ട് പോയി. ആ ഒരു അപകടം മൂലം ഞാൻ പറഞ്ഞത് ഒരു പ്രോഗ്രാം പോലും എനിക്ക് മുടങ്ങിയിട്ടില്ല. ജോലിയിലായിരിക്കുന്ന സമയത്ത്, തെങ്ങേറ്റത്തിലായിരിക്കുന്ന സമയത്ത് ജപമാല ചൊല്ലിക്കൊണ്ടാണ് ഈ തെങ്ങേ കയറുന്നത്. ഒരിക്കൽ ഞാൻ ഓർക്കുന്നു, തെങ്ങേ കയറിക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഒത്തിരി വീടുകളിൽ ഞാൻ പലപ്പോഴും ജോലി ചെയ്യാൻ പോകാറുണ്ട്. ഒന്നിലധികം വീടുകളിൽ പോകുമ്പോൾ ശരീരം ഒത്തിരി ക്ഷീണമാകും. ഒരിക്കൽ ഏറ്റവും ലാസ്റ്റ് ഒരു വീട്ടിൽ പോയി തേങ്ങയിടാനായിട്ട് പോയി. തെങ്ങ് കയറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തെങ്ങിൻ്റെ മുകളിൽ എത്തിയോ എന്നറിയാണ്ട് നമ്മൾ മടുത്ത് കഴിയുമ്പോൾ മുകളിലോട്ട് നോക്കുന്ന ഒരു അവസ്ഥയുണ്ട്. കാരണം വാക്കത്തി എത്താറായെങ്കിൽ തേങ്ങ പെട്ടെന്ന് വെട്ടിയിടാലോ എന്ന് ഓർത്തണ്ടാണ് നോക്കുന്നത്. അങ്ങനെ നോക്കുന്ന സമയത്ത് ആൾത്താമസമില്ലാത്തൊരു പറമ്പായിരുന്നു. തെങ്ങിൻ്റെ മടലിൽ പിള്ളേർ കല്ലെറിഞ്ഞ് ഒരു കല്ലെറിയപ്പെടായിരുന്നു. ആ കല്ല് എൻ്റെ സൂക്ഷ്മം നെറ്റിയിലേക്ക് വന്ന് വീണു. 7 സ്റ്റിച്ച് ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞത് ആ മേഖലയിൽ ഞാൻ യന്ത്രം ഉപയോഗിച്ചല്ല തെങ്ങ കയറുന്നത്, തായ്പൽ ഉപയോഗിച്ചാണ് തെങ്ങ കയറുന്നത്. ആ സമയത്തൊക്കെ ഒരു സംഭവം ഉണ്ടായ തെങ്ങിൻ്റെ മണ്ടയിൽ നിന്ന് ഞാൻ താഴെ വീഴാൻ പോലും സാധ്യതയുണ്ട്. ഇവിടെയൊക്കെ പരിശുദ്ധ അമ്മയുടെ സംരക്ഷണം എനിക്ക് കിട്ടി. ഞാൻ ഓർക്കുന്നു മുരിക്ക വെട്ട അങ്ങനെ വലിയ മരം കയറ്റമൊക്കെ എന്നെയാണ് കൂടുതലായിട്ട് ആൾക്കാർ വിളിക്കുന്നത്. ഈ മുരിക്കെന്ന് പറഞ്ഞാൽ കൊടിയിട്ടേക്കുന്ന മുരിക്കെന്ന് പറഞ്ഞാൽ ഒത്തിരിയേറെ പൊങ്ങിപ്പോയി കഴിഞ്ഞാൽ 1 വർഷം വെട്ടിയില്ലാതെ വെട്ടാതെ നിർത്തി കഴിഞ്ഞാൽ പിറ്റേ വർഷം അത് വെട്ടാൻ ബുദ്ധിമുട്ടാണ്. അങ്ങനെ തിരിഞ്ഞു നിർത്തിയിരിക്കുന്ന മുരിക്ക് മാത്രം വെട്ടാനായിട്ട് എന്നെ ഒരു വീട്ടിൽ വിളിച്ച് ഞാൻ ആ മുരിക്കിൻ്റെ മണ്ടയിൽ കയറി മുരിക്ക് വെട്ടിക്കൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് ഞാൻ ഓർക്കുന്നത് ആ മുരിക്കിൻ്റെ തായ്വേര് എലി തിന്ന് ആ മുരിക്ക് ഞാനും മുരിക്കും ഏണി ഉൾപ്പെടെ അടുത്തുള്ള ഒരു പറമ്പിലേക്ക് ചെന്നു. അപ്പോഴും ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കുവാണ്. ചെന്നു ആ ഒരു അയലോക്കത്തുള്ള ഒരു പറമ്പിൽ ചെന്ന് കപ്പിലുമാവിൻ്റെ ചുവട്ടിൽ ചെന്ന് ഞാൻ വീടുവാണ്. ഏണിയും ഞാനും വാക്കത്തി എൻ്റെ കയ്യിലുണ്ടെന്ന് ഓർക്കണം. ഒരു പോറൽ പോലും വെക്കാതെ ഞാൻ അവിടെ സംരക്ഷിക്കപ്പെട്ടു. ഇവിടെയൊക്കെ ഞാൻ പറയുന്നത് അമ്മയോടുള്ള പ്രാർത്ഥന. അമ്മയോട് ചേർന്ന് പോയി കഴിയുമ്പോൾ നമ്മളെ അപകടങ്ങളൊക്കെ വന്നെന്ന് പറഞ്ഞാലും അവയിൽ നിൽക്കുമ്പോൾ സംരക്ഷണം നൽകും. ഒരിക്കൽ മുരിക്ക് വെട്ടാനായിട്ട് ഏണിയെ കയറിയ സമയത്ത് ഞങ്ങളുടെ അവിടെയൊക്കെ ഏണി പൈപ്പ് കൊണ്ടുള്ള ഏണിയല്ല, മുളയാണ്. ആ മുള ഇടയ്ക്ക് കുത്തിയിരുന്നു കേടാകും. അപ്പം ഇങ്ങനെ മണ്ടേ കയറിയ സമയത്താണ് ആ ഏണി 2ആയിട്ട് വട്ട ഒടിഞ്ഞു. വാക്കത്തെയും കയ്യിലുണ്ട്. ഞാൻ പറഞ്ഞത് അവിടെയൊക്കെ ഈശോയുടെ സംരക്ഷണം പരിശുദ്ധാമ്മ മേടിച്ചു തരും നമുക്ക്. ജപമാല ചൊല്ലിക്കൊണ്ട് നമ്മുടെ ജോലികളെ തുടങ്ങും. പല ആൾക്കാരും ചോദിക്കാറുണ്ട്, തങ്കച്ചേട്ടാ ജപമാല ചെല്ലുന്നത് ജോലിക്കിടയിൽ എങ്ങനെ ജപമാല ചെയ്യാൻ പറ്റും? പലരും ജപമാല ചൊല്ലുന്നതിനെക്കുറിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്, സമയമില്ല. ജപമാലയെല്ലാം സമയമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയട്ടെ, ഏതെല്ലാം പ്രോഗ്രാമിന്, ഏതെല്ലാം ധ്യാനത്തിന്, എവിടെയെല്ലാം ശുശ്രൂഷയ്ക്ക് പോയാലും എൻ്റെ പതിവ് ജപമാല, ഞാൻ പറഞ്ഞത് ഏറ്റവും കുറഞ്ഞതാണ്. ഞാൻ പറഞ്ഞ 10 ജപമാലയിൽ കുറഞ്ഞ് ഉള്ള ദിവസമില്ല. അത് ചിലപ്പോൾ കൂടുതൽ ഓവറായിട്ട് പല സ്ഥലത്ത് പണിയേണ്ടി വന്നതിന് ചിലപ്പം പോലും തെങ്ങ കയറുന്ന സമയത്ത് പോലും ജപമാല ചെല്ലേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ആൾക്കാരൊക്കെ ചോദിക്കാറുണ്ട്, തെങ്ങ കയറുമ്പോഴെങ്ങനെയാണ് ജപമാല ചെല്ലുന്നത്? എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഞാൻ പറയുന്നു, ഞാൻ ഏകദേശം നമുക്കറിയാം, നമുക്ക് സ്ഥിരമായിട്ട് നമ്മൾ ജോലിക്ക് പോകുന്ന പറമ്പുകളാണ്. ഒരു പറമ്പിൽ ചെന്ന് കഴിയുമ്പോഴേ നമുക്കറിയാം ആ പറമ്പിൽ എത്ര തെങ്ങുണ്ടെന്നുള്ളത്. അപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ 10 തെങ്ങുള്ള പറമ്പിലാണ് പോകുന്നതെങ്കിൽ ഞാനൊരു 10 കല്ലുകളെടുത്ത് എൻ്റെ പോക്കറ്റിലിട്ടിട്ട് ഓരോ തെങ്ങേ കയറുമ്പോൾ ഓരോ കല്ലെടുത്ത് കളയും. അതെന്നാന്ന് വെച്ചാൽ ജപമാല
എണ്ണുന്നതും തെങ്ങെണ്ണുന്നതും തമ്മിൽ കുഴഞ്ഞു പോകരുത്. ഇപ്പം നമ്മൾ ഓരോ പറമ്പിലും ചെന്ന് കഴിഞ്ഞ് നമ്മൾ തെങ്ങിൻ്റെ എണ്ണം പറയുന്നതനുസരിച്ച് അവർ പൈസ തരുന്നത്. നമ്മളിപ്പം 9 തെങ്ങേ കയറിയിട്ട് 10 തെങ്ങേ കയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് ഉത്തരിപ്പ് കടത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അതേസമയം 11 തെങ്ങേ കയറിയിട്ട് 10 തെങ്ങേ കയറി എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ നഷ്ടവും വരും. അപ്പോൾ ഇവിടെ തെങ്ങിൻ്റെ എണ്ണവും ജപമാലയുടെ എണ്ണവും തമ്മിൽ കൂട്ടിക്കുഴയാതിരിക്കാൻ വേണ്ടി ആണ് ഞാനിങ്ങനെ കല്ലെടുത്ത് പോക്കറ്റിലിടുമെന്ന് പറഞ്ഞത്. എന്നിട്ട് ആ പറമ്പിലെ പണി തീർന്നു കഴിയുമ്പം എൻ്റെ പോക്കറ്റിൽ എത്ര ബാലൻസ് കല്ലുണ്ടോ എന്ന് നോക്കി കഴിഞ്ഞാൽ എത്ര തെങ്ങേ കയറി ഞാൻ കയറിയെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ ജപമാല ചെല്ലുന്നത് നമ്മളൊരു രഹസ്യം ചെല്ലുന്നു. പരിശുദ്ധ ദൈവമാതാവ് എലീശ ഗർഭിണിയായ വിവരം കേട്ടപ്പോൾ ആ പുണ്യവിധയെ ചെന്നുകൊണ്ട് 3 മാസം അവർക്ക് ശുശ്രൂഷ ചെയ്യുന്ന ധ്യാനിക്കാം. അങ്ങനെ നമ്മൾ ആ ജപമാലയിട്ട് നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി നമ്മൾ ചെല്ലുന്നു. ആ നന്മ നിറഞ്ഞ സ്വസ്തി പരിശുദ്ധ മറിയമേ കൂടെ ചെല്ലി കഴിഞ്ഞ് 1 എന്ന് മനസ്സിൽ പറയുന്നു. വീണ്ടും 2, 3 അങ്ങനെ 10 ജപമാല, 10 രഹസ്യ, 10 നന്മ നിറഞ്ഞ മറിയമേ ആയി കഴിയുമ്പം വീണ്ടും പിതാവിനും പുത്രനും ചൊല്ലി വീണ്ടും അടുത്ത രഹസ്യത്തിലേക്ക് കടക്കുന്നു. അപ്പം ഞാൻ പറഞ്ഞത് ഏതെല്ലാം മേഖലയിൽ നമ്മൾ ഏതെല്ലാം ജോലിയിലാണെങ്കിലും നമുക്ക് ജപമാല ചെല്ലാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ ഇങ്ങനെ ചെയ്യാറുണ്ട്. ചില പറമ്പുകളിൽ പണിയാൻ പോകുമ്പോഴേ ഒരേ തെങ്ങയിലും കയറി കഴിയുമ്പോൾ ഒരേ ചെറിയ കല്ലെടുത്ത് പോക്കറ്റിലിടും. എന്നിട്ട് ലാസ്റ്റ് ആ കല്ലുകൾ എണ്ണി നോക്കിയാൽ എനിക്ക് തെങ്ങിൻ്റെ എണ്ണം മനസ്സിലാക്കാൻ സാധിക്കും. ജപമാല ചെല്ലാൻ സമയമില്ല എന്ന് പറഞ്ഞ ഒത്തിരിയേറെ സഹോദരങ്ങൾ എനിക്കറിയാം. ഏകാഗ്രത കിട്ടിയല്ല, ശരിയാണ് പ്രിയപ്പെട്ട ദൈവമക്കളെ, ഏകാഗ്രത കിട്ടാൻ നമ്മൾ മാതാവിനോട് ചേർന്ന ജപമാല ചെല്ലുന്നത്. മാതാവിനോട് ചേർന്ന് നമ്മൾ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ മാതാവ് നമ്മുടെ കൂടെ ഉണ്ട്. അമ്മയെ നമ്മൾ കൂട്ടുപിടിക്കണം. അമ്മയെ കൂട്ടുപിടിച്ചാൽ അമ്മ നമ്മളെ എല്ലാ കാര്യങ്ങളും സഹായിച്ചോളും. അമ്മ എല്ലാ ആപത്തുകളിൽ നിന്നും അസ്വസ്ഥതകളിൽ നിന്നൊക്കെ നമ്മളെ രക്ഷിച്ചോളും. അങ്ങനെ പരിശുദ്ധ ജപമാലയിലോട് ചേർന്ന് നമുക്ക് പോയി കഴിയുമ്പം നമ്മുടെ ജീവിതത്തിൽ ഒത്തിരിയേറെ അത്ഭുതങ്ങൾ കാണാൻ സാധിക്കും. ഞാൻ ഓർക്കുന്നു, ഓരോ ബുക്കുകളൊക്കെ എഴുതുമ്പോഴും അതിൻ്റെ അകത്തെല്ലാം ജപമാല ചൊല്ലി ഏറ്റവും കുറഞ്ഞത് 500 ജപമാലയെങ്കിലും ചൊല്ലിയിട്ടാണ് പരിശുദ്ധ കുർബാനയെക്കുറിച്ച് ഞാൻ ഒരു പുസ്തകം എഴുതിയത്. ഇതെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുന്ന പറഞ്ഞ ആ പുസ്തകം മലയാളത്തിൽ തന്നെ ഇപ്പോൾ 82 പതിപ്പുകൾ പിന്നിട്ടു. 4 മറ്റു ഭാഷകളിലേക്ക് തർജ്ജമ ചെയ്തു. ഞാൻ പറഞ്ഞത് അമ്മയോട് ചേർന്ന് പോയി കഴിയുമ്പം നമ്മുടെ അറിവിനെയൊക്കെ നമ്മുടെ മാനുഷിക ബുദ്ധി കൊണ്ട് ചിന്തിക്കുന്നേക്കാൾ ഉപരി ഒത്തിരിയേറെ കാര്യങ്ങൾ നമുക്ക് അമ്മയോട് ചേർന്ന് പോയാൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. ജപമാലയായിട്ട് നമ്മൾ മുന്നോട്ട് പഠിക്കുക നമ്മുടെ ജീവിതത്തിൽ പല അസ്വസ്ഥതകളും മാറിക്കിട്ടും. ഞാൻ ഓർക്കുന്ന ഒരു ദിവസം എൻ്റെ ഒരു സുഹൃത്ത് അത്യാവശ്യ കാര്യം പറഞ്ഞ് എന്നോട് ഇച്ചിരി പൈസ വായ്പ മേടിച്ചിട്ട് ഞാനത് പല പ്രാവശ്യം അവധി പറഞ്ഞ് തെറ്റിച്ചു. പല പ്രാവശ്യവും അവധി പറഞ്ഞ് തിരിച്ച് പിന്നെ പൈസ തരിയല്ലാത്ത അവസ്ഥ വന്ന് ഒരു 8 നോമ്പിൻ്റെ സമയത്തായിരുന്നു. നമ്മൾ 8 നോമ്പിലൊക്കെ ജപമാലയൊക്കെ ചൊല്ലി മാതാവിനോട് ചേർന്ന് ആ മാസങ്ങളൊക്കെ പ്രത്യേകിച്ച് പ്രാർത്ഥിച്ച് ഞാൻ മാതാവിനോട് ഒരേ സമ്മാനം ചോദിക്കാറുണ്ട്. എന്ന് പറഞ്ഞാൽ മാതാവേ എനിക്കിത് തരണം, ഇന്നത് തരണം. ഞാൻ പുസ്തകം ഇറക്കാൻ വെച്ചിരുന്ന കാശാണ് ഒരാൾക്ക് അത്യാവശ്യമായിട്ടൊരു ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറഞ്ഞുകൊണ്ട് എടുത്തു കൊടുത്തത്. ആ പൈസ കിട്ടിയല്ലാത്ത അവസ്ഥ വന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞിട്ടുണ്ട്, മാതാവേ എനിക്ക് പൈസ കിട്ടണം, ഈ പൈസ കിട്ടിയെങ്കിലും എൻ്റെ മറ്റു കാര്യങ്ങൾ നടക്കുകയുള്ളൂ. ഏതായാലും 7-ാം തീയതി വരെയും കിട്ടിയില്ല. 7-ാം തീയതി വൈകുന്നേരം എനിക്ക് 8-ാം തീയതി പൈസ വേണ്ടതാണ്. 7-ാം തീയതി വൈകിട്ട് ഞാൻ വിളിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഒത്തിരി അസഭ്യ വാക്കുകൾ പറഞ്ഞു. ഞാൻ മാതാവിനോട് ഇപ്രകാരം പറഞ്ഞു, മാതാവേ എനിക്ക് നാളെ പൈസ ആവശ്യമുള്ളതാണെന്ന് മാതാവിനറിയാലോ. മാതാവേ ഇപ്പോൾ എന്നോട് അദ്ദേഹത്തോട് ഞാൻ ഇപ്രകാരം അസഭ്യ വാക്കുകൾ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ദൈവത്തെ ഈശോയെ ഓർത്ത് മാതാവിനെ ഓർത്ത് ഇനി ഇങ്ങനെ ആരോടും പറയരുത്. എനിക്ക് പൈസ തന്നില്ലേലും കുഴപ്പമില്ല, ഇങ്ങനെ ആരോടും ഇനി പറയില്ലെന്ന് പറഞ്ഞ് ഞാൻ പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്തു. ഏതായാലും പിറ്റേ ദിവസം 8-ാം തീയതിയാണ്. ഞാൻ അന്ന് മാതാവിനോട് ഞാനിങ്ങനെ ചിന്തിച്ചു, ഞാൻ ഈ അഭിമുഖീകരിക്കുന്ന പ്രശ്നം മാതാവാണെങ്കിൽ എങ്ങനെ മാതാവ് അഭിമുഖീകരിക്കും? അതേ രീതിക്ക് ചെയ്യാനുള്ള കൃപ എനിക്ക് തരണമേ. ആ മനുഷ്യന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം രാവിലെ വെളുപ്പിനെ 5 മണിക്ക് എന്നെ വിളിക്കുവാണ്. 5 മണിക്ക് എന്നെ വിളിച്ചിട്ട് ചോദിക്കുവാണ്, ബ്രദറെ വീട്ടിൽ പട്ടിയുണ്ടോ? ഞാൻ പറഞ്ഞു പട്ടിയില്ല. എന്താ കാര്യമെന്ന് ചോദിച്ചു. ബ്രദറിൻ്റെ ആ പൈസ കൊണ്ട് തരാനായിട്ട് ഞാൻ വരുക. പിന്നെ ഞാൻ ഓർക്കുന്നു, ഒരു ദിവസം കുർബാനയ്ക്ക് പോയപ്പോഴേ ഒരു മനുഷ്യനെ പരിഹസിച്ച് സംസാരിച്ചു. അദ്ദേഹം പറയുവാണ്, കന്യാസ്ത്രീകളും അച്ഛന്മാർ പോലും ഇത്രയും തീഷ്ണ എടുത്ത് പോകാറില്ല, നിനക്കെന്താ ഈ കുർബാനയിലൊക്കെ എന്നതാ ശക്തി? അന്ന് ഞാൻ വീട്ടിൽ ചെന്ന് കരഞ്ഞ് മാതാവിനോട് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു, അമ്മേ ഈ മനുഷ്യന് പരിശുദ്ധ കുർബാനയുടെ വില എന്താണെന്ന് അമ്മയൊന്ന് പറഞ്ഞു കൊടുക്കണമേ. അന്ന് രാത്രിയിൽ പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം എന്നെ ഞാൻ കുർബാനയ്ക്ക് പോകാനായിട്ട് വരുമ്പം എന്നെ അധിക്ഷേപിച്ച സ്ഥലത്ത് അദ്ദേഹം നിന്നുകൊണ്ട് എന്നോട് ഇപ്രകാരം പറയുന്നു, ബ്രദറെ ക്ഷമിക്കണം, ഇന്നലെ രാത്രിയിൽ എനിക്ക് ഉറങ്ങാൻ സാധിച്ചില്ല, അങ്ങനെ പറഞ്ഞതിൽ ഞാൻ ഖേദിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹവും പള്ളിയിൽ പോരാനായിട്ട് തുടങ്ങി.
പിന്നീട് അദ്ദേഹം കുർബാന, ബലിയർപ്പണം അനുദിനം ബലിയർപ്പിക്കുന്ന അവസ്ഥയിലേക്ക് വന്നു. നമ്മൾ പരിഹസിക്കപ്പെടുമ്പോൾ പോലും ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ജീവിതത്തിലെ ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. മറ്റൊരു കാര്യം കൂടെ ഞാൻ പെട്ടെന്ന് പറയാൻ ഓർക്കുന്നു. ശുശ്രൂഷ മേഖലയായിട്ട് ഞാൻ പറഞ്ഞ സൺഡേ ശാലോം എന്ന് പറഞ്ഞ മാധ്യമം വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ സൺഡേ ശാലോം വിതരണം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരിക്കൽ പോസ്റ്റ് ഓഫീസിൽ നിന്ന് ഒരു കെട്ട് പേപ്പർ എടുത്ത് റോഡിലോട്ട് എറിഞ്ഞുകൊണ്ട് ഇതുകൊണ്ട് വല്ല മനുഷ്യൻ നന്നാവുമോ എന്ന് ചോദിച്ച് എന്നെ പരിഹസിച്ചു. അന്ന് മാതാവിനോട് ഞാൻ വീട്ടിൽ വന്ന് പ്രാർത്ഥിച്ചു, അമ്മേ ഇങ്ങനെയൊക്കെ കേട്ടല്ലോ. പിറ്റേ ദിവസം എട്ടാമത്തെ ദിവസം സൺഡേ ശാലോം വന്നപ്പോൾ സൺഡേ ശാലോമിൻ്റെ ഫ്രണ്ട് പേജിൽ ഇപ്രകാരം ഒരു വാർത്തകൾ ഞാൻ കാണുന്നു: മാധ്യമങ്ങൾ വിതരണം ചെയ്യുന്നവരെ നിങ്ങൾ ദൈവദൂതന്മാരാണ്. ഞാൻ പറഞ്ഞത് മനുഷ്യൻ്റെ മുഖത്തോട്ട് നോക്കി നമ്മൾ മുന്നോട്ട് കഴിഞ്ഞാൽ നമ്മൾക്ക് നിരാശയൊക്കെ ഉണ്ടാകും. അന്ന് ഒരു മനുഷ്യൻ ഇതുകൊണ്ട് വല്ലോ മനുഷ്യൻ രക്ഷ പ്രാപിക്കുമെന്ന് ചോദിച്ചാലും പിറ്റേ ദിവസം അന്നത്തെ നമ്മുടെ കർദിനായിരുന്ന വർക്കി വിധേയത്തിൽ പിതാവ് പറയുവാണ്, മാധ്യമങ്ങൾ വിതരണം ചെയ്യുന്നവരെ നിങ്ങൾ ദൈവദൂതന്മാരാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ദൈവദൂതന്മാരാണ്. അമ്മയോട് ചേർന്ന് പോയാൽ നമ്മളെല്ലാ കാര്യങ്ങളും അമ്മ സഹായിക്കും. ജപമാല പ്രാർത്ഥന ചൊല്ലാനായിട്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങൾ എല്ലാവരും മക്കളെയൊക്കെ പ്രോത്സാഹിപ്പിക്കണം. ഞാൻ ഓർക്കുന്നു മിസ്റ്റർ ഡോൺ ബോസ്കോയുടെ അമ്മ ഡോൺ ബോസ്കോയോട് പറഞ്ഞ കാര്യമുണ്ട്: മോനെ, നീ ജനിച്ചപ്പോൾ നിന്നെ ഞാൻ മാതാവിന് സമർപ്പിച്ചു, നീ വിദ്യാഭ്യാസം നടത്തിയപ്പോഴും ഞാൻ മാതാവിന് നിന്നെ ഞാൻ സമർപ്പിച്ചു, നീ വീണ്ടും ഇപ്പോൾ നിന്നെ പൂർണ്ണമായിട്ട് ഞാൻ മാതാവിന് സമർപ്പിക്കുന്നു. ആ ഡോൺ ബോസ്കോ പറഞ്ഞ ഒരു കാര്യമുണ്ട്. പിന്നീട് ഇദ്ദേഹം വളർന്നു വന്നപ്പോൾ പറഞ്ഞ കാര്യമുണ്ട്: എൻ്റെ ഏതെല്ലാം പതിവുകൾ ഞാൻ വേണ്ടെന്ന് വെച്ചാലും ജപമാല മാത്രം ഞാൻ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല. അപ്രകാരം നമുക്ക് അനുഗ്രഹം പ്രാപിക്കാനിരിക്കണം. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. എഴുത്തിൻ്റെ മേഖലയിലേക്ക് കിടക്കുമ്പോൾ പരിശുദ്ധമ്മയുടെ സഹായം വളരെയേറെ ഉണ്ട്. ഒരു ലേഖനം എഴുതണമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് ഒരു 4 ജപമാലയെങ്കിലും ചൊല്ലിയിട്ടാണ് അവർ ലേഖനം എഴുതുന്നത്. അതോടൊപ്പം തന്നെ പുസ്തകങ്ങളൊക്കെ എഴുതാൻ ഒരു 10-500 ജപമാലയൊക്കെ എഴുതിയിട്ടാണ് ഒരേ പുസ്തകങ്ങളൊക്കെ എഴുതുന്നത്. കേരളത്തിലെ 30-30 മാധ്യമങ്ങളിൽ കൂടെ ഞാൻ എഴുതിയിട്ടുണ്ട്. ആ മാധ്യമങ്ങളിലെല്ലാം എഴുതുമ്പോഴും എനിക്ക് ഈശോയുടെ പരിശുദ്ധാത്മാവെന്ന് പറയുന്നത് അമ്മയോട് ചേർന്ന് വേണം. ഒരേ ജപമാലയും ചൊല്ലി അമ്മയുടെ വിമലഹൃദയം ഈശോയ്ക്ക് കാഴ്ച വെച്ചുകൊണ്ട് എഴുതി കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് അനുഗ്രഹം ലഭിക്കും. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു ലേഖനം എഴുതും, 4 ജപമാല ചൊല്ലി ഇട്ടാണ് ലേഖനത്തിലേക്ക് തുടങ്ങുന്നത്. ഒരിക്കൽ സൺഡേ ശാലോമിൽ ഞാൻ ലേഖനം എഴുതി. അതിൻ്റെ പേരിങ്ങനെയാണ്: വസ്ത്രധാരണത്തിൻ്റെ കാണാപ്പുറങ്ങൾ. ആ ലേഖനം വായിച്ചിട്ട് ഒരു അച്ഛൻ അദ്ദേഹത്തിൻ്റെ ഒരു മാധ്യമത്തിലേക്ക് അതുകൊണ്ടൊരു ലേഖനം എഴുതി തരണമെന്ന് എന്നോട് പറഞ്ഞ്. അപ്പം ഞാൻ എഴുതി തരാമെന്ന് പറഞ്ഞ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട്: ഇതേപടി ആകരുത്, അതിൻ്റെ ശകല മാറ്റങ്ങൾ വരുത്തണം. അതായത് പൗലോസിലെ എങ്ങനെ പറഞ്ഞു, പത്രോസിലെ എങ്ങനെ പറഞ്ഞു, അല്ലെങ്കിൽ ആ വചനങ്ങൾ തന്നെയല്ല, വചനങ്ങൾ കൂടുതൽ വേണ്ട, നമുക്ക് അതിൻ്റെ അകത്ത് മെയിനായിട്ട് വേണ്ടത് ഭാരതത്തിൻ്റെ കൾച്ചറാണെന്ന് പറഞ്ഞ്. ഏതായാലും എനിക്ക് കൾച്ചർ എന്ന് പറഞ്ഞ സംഭവം എന്നാന്ന് എനിക്കറിയത്തില്ല. എങ്കിലും അന്ന് ഞാൻ വാക്ക് പറഞ്ഞ് ഞാൻ എഴുതാൻ തുടങ്ങി. എഴുതാനായിട്ട് ആദ്യമേ 4 ജപമാല ചൊല്ലി മാതാവിന് കാഴ്ച വെച്ചിട്ട് ഞാനൊരു പേപ്പറെടുത്ത് ആ പേപ്പറിൻ്റെ ഒരു സൈഡ് മടക്കി, എന്നിട്ട് ഒരു ചെറിയ കുരിശിട്ടു. ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ, എഴുതാൻ പോകുക, എനിക്ക് കൾച്ചർ എന്നാന്ന് എനിക്കറിയത്തില്ല, കൾച്ചറിൻ്റെ അർത്ഥം പോലും എനിക്കറിയത്തില്ല. ഞാൻ എഴുതി കഴിയുമ്പോൾ ഇതിൻ്റെ അകത്ത് കൾച്ചറും കൂടെ വന്നേക്കണമേ. അങ്ങനെ എഴുതാൻ തുടങ്ങി. അങ്ങനെ ആ ലേഖനം എഴുതി ഞാൻ പോസ്റ്റ് ഓഫീസിൽ കൊണ്ട് പോസ്റ്റ് ചെയ്തിട്ട് തിരിച്ച് വരുന്ന വഴിക്ക് ഒരു വിദ്യാഭ്യാസമുള്ള ഒരു മനുഷ്യനെ കണ്ട് ആ മനുഷ്യനോട് ഞാൻ ചോദിച്ചു, സാറേ, ഈ കൾച്ചർ എന്ന് പറഞ്ഞാൽ എന്നാണെന്നറിയാമെന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, കൾച്ചർ എന്ന് പറഞ്ഞാൽ സംസ്കാരമാണ്. അപ്പം ഞാനിത് പറയാൻ കാരണം, നമ്മൾ ഈ കൾച്ചർ എന്താണെന്ന് ഞാൻ അന്വേഷിച്ച് കണ്ടുപിടിക്കുന്നേക്കാളും ഏറ്റവും എളുപ്പമായ കാര്യം മാതാവിന് സമർപ്പിച്ച് ജപമാല സമർപ്പിച്ച് പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ എനിക്ക് പെട്ടെന്ന് ആ കാര്യങ്ങൾ മനസ്സിലായി. നേരെ തിരിച്ച് എൻ്റെ ലൈബ്രറിയിലുള്ള എല്ലാ പുസ്തകം തപ്പി കൾച്ചർ കണ്ടുപിടിച്ചാലും എനിക്കത് വിജയിക്കണമെന്ന് നിർബന്ധമില്ല. നമ്മുടെ എഴുത്തിൻ്റെ എല്ലാ മേഖലയിലും അങ്ങനെയാണ്. ഒരു പുസ്തകം എഴുതണമെങ്കിൽ തന്നെ അനേകം പ്രാവശ്യം ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചിട്ടാണ് എഴുതുന്നത്. ഞാനൊരിക്കൽ ഓർക്കുന്നു, വലിയൊരു എഴുത്തുകാരൻ എന്നോട് വിളിച്ച് ചോദിച്ചു, തങ്കച്ചേട്ടാ, ഈ തങ്കച്ചേട്ടൻ്റെ പുസ്തകം എഡിറ്റ് ചെയ്യിക്കുന്നത് ആരെക്കൊണ്ടാണെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു,
എന്നെ കാര്യം എന്നാന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു, എൻ്റെ പുസ്തകം ഞാൻ എഡിറ്റ് ചെയ്യിക്കുന്നത്, എന്നോട് അന്ന് അദ്ദേഹം പറഞ്ഞത് മാത്യു ഉലകത്ര വലിയൊരു ആളിനെ കൊണ്ടാണ് ഞാൻ എഡിറ്റ് ചെയ്യിക്കുന്നത്. തങ്കച്ചേട്ടൻ്റെ പുസ്തകം എഡിറ്റ് ചെയ്ത ആളെ ഒന്ന് പറയുവാണെങ്കിൽ എൻ്റെ അടുത്ത പുസ്തകം ആ ആളെ കൊണ്ട് എഡിറ്റ് ചെയ്യിക്കാനാന്ന് പറഞ്ഞ്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ പുസ്തക രചനയിൽ എഡിറ്റിംഗ് ഉണ്ടെന്നുള്ള കാര്യം അന്നാണ് എനിക്ക് മനസ്സിലായത്. അപ്പം ഞാൻ പറയുന്നത്, അമ്മയോട് ചേർന്ന് പോയി കഴിഞ്ഞാൽ, അമ്മയ്ക്ക് ജപമാല ചൊല്ലി സമർപ്പിച്ച് പോയി കഴിഞ്ഞാൽ എഡിറ്റിങ്ങും എല്ലാ കാര്യങ്ങളും അതിൻ്റെ അകത്ത് വന്നോളും. അത് നമ്മൾ വിശ്വാസത്തോട് പ്രാർത്ഥിക്കണം. ജപമാലയാണ് ഇതിൻ്റെ എല്ലാ ശക്തി. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് നമുക്ക് എഴുതണമെങ്കിൽ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണം. പിന്നെ സുവിശേഷ പ്രഘോഷണ മേഖലയിൽ എവിടെ പ്രസംഗിക്കാൻ എന്നെ വിളിക്കുമ്പോഴും ഞാൻ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ആ ബുക്ക് ചെയ്യുന്ന അന്ന് മുതൽ ഞാൻ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. സ്റ്റേജിൽ കയറുന്നതിന് മുമ്പും 4 ജപമാലയെങ്കിലും ചൊല്ലിയിട്ടാണ് സ്റ്റേജിലോട്ട് കയറുന്നത്. പലപ്പോഴും കുറിപ്പുകളൊക്കെ എഴുതിക്കൊണ്ട് കയറിയെങ്കിൽ പോലും ആ സ്റ്റേജിൽ കയറി കഴിയുമ്പോൾ കുറിപ്പുകളുടെ ഒന്നും ആവശ്യം വരികയില്ല. പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടൽ ആ മേഖല ഉണ്ടാകും, എൻ്റെ സുവിശേഷ പ്രഘോഷണ മേഖലയിൽ ഉണ്ടാകും. അങ്ങനെ അമ്മയോട് ചേർന്ന് പോയി കഴിഞ്ഞാൽ, ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ദൈവം ഇടപെടും എന്നുള്ള എൻ്റെ അനുഭവത്തിൽ 100 സംഭവങ്ങൾ എനിക്ക് പറയാൻ സാധിക്കും. ഒരിക്കൽ ഞാൻ ഓർക്കുന്നു, ജപമാല ചൊല്ലിക്കൊണ്ട് ഞാൻ ദേവാലയത്തിലേക്ക് പോകുന്നു, തിരിച്ച് ജപമാല ചൊല്ലിക്കൊണ്ട് തിരിച്ചു വരുന്നു. ആ സമയത്ത് എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്നൊരു ചിന്ത തരുവാണ്, മാതാവ് ഒരു ചിന്ത തരുവാണ്, നീ ഇപ്പോൾ ഇരട്ടിയാറിന് പൊക്കോളാനാണ് പറയുന്നത്. ഞാൻ അന്ന് ഇരട്ടിയാറിന് പോവാണ്. ഇരട്ടിയാറിന് ചെന്നപ്പോൾ അവിടെ അന്ന് കാരുണ്യവർഷ സമാപനത്തിൻ്റെ ഒരു മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ആയിരക്കണക്കിന് ആൾക്കാരുണ്ട്. ഞാനവിടെ ചെന്ന് കഴിയുമ്പോൾ ഞാൻ ഇവിടെ 10 വിശിഷ്ട വ്യക്തികളെ, കാരുണ്യ പ്രവർത്തികൾ ചെയ്ത 10 വിശിഷ്ട വ്യക്തികളെ ആദരിക്കുന്ന ഒരു മേഖലയിലേക്കാണ് ഞാൻ കടന്നു ചെല്ലുന്നത്. അവിടെ ചെന്നപ്പോൾ ഞാൻ ഇപ്രകാരം ചിന്തിച്ചു, ഈശോയെ അവിടെ അന്ന് ആദരിക്കാനായിട്ട് വിളിച്ചിരിക്കുന്നതിൽ ആകാശപ്പറവുകളുടെ സ്ഥാപകനായ ബഹുമാനപ്പെട്ട കുറ്റിക്കലച്ചനുണ്ട്. കോട്ടയം നവജീവനിൽ നിന്ന് പി.യു. തോമസിയാറിനെയൊക്കെ ക്ഷണിച്ചിട്ടുണ്ട്. തോമസിയാറിനൊന്നും വരാൻ പറ്റിയില്ല എങ്കിൽ പോലും അങ്ങനെ തോമസിയാറിന് വേറെ പകരം ആളെ പറഞ്ഞു വിടുവേ. 10 വിശിഷ്ട വ്യക്തികളെ, കാരുണ്യപ്രവൃത്തി ചെയ്ത വ്യക്തികളെ ആദരിക്കുന്ന സ്റ്റേജിലേക്കാണ് ഞാൻ, വേദിയിലേക്കാണ് ഞാൻ കടന്നു ചെല്ലുന്നത്. അവിടെ ചെന്നപ്പോഴേ എൻ്റെ മനസ്സിലേക്ക് ഇപ്രകാരം ചിന്ത പറഞ്ഞു. ഞാൻ അമ്മയോട് ചോദിച്ചു, അമ്മേ, ഈ 10 വിശിഷ്ട കാരുണ്യപ്രവൃത്തികൾ ചെയ്യുന്ന വ്യക്തികളെയാണല്ലോ ഈ സ്റ്റേജിൽ ആദരിക്കാനായിട്ട് വിളിച്ചിരിക്കുന്നത്. ഒരു സുവിശേഷ പ്രഘോഷണം ഏറ്റവും വലിയൊരു പ്രവൃത്തിയല്ലേ? ഒരു സുവിശേഷ പ്രഘോഷണങ്ങളോടെ ഈ വേദിയിലേക്ക് വിളിക്കേണ്ടതായിരുന്നല്ലോ എൻ്റെ മനസ്സിൽ ചിന്തിച്ച സമയത്ത്, ആ സമയത്ത് ആ വേദിയിൽ നിന്നുകൊണ്ട് കുറ്റിക്കലച്ചൻ വിളിച്ച് പറയുവാണ്, ഈ വന്നിരിക്കുന്ന സമൂഹത്തിൽ തങ്കച്ചൻ തുണ്ടിയിൽ എന്ന് പറഞ്ഞ ഒരാളുണ്ട്, അദ്ദേഹത്തെ കൂടെ ഈ സ്റ്റേജിലേക്ക് വിളിക്കേണ്ടതായിരുന്നു. അദ്ദേഹം വചനം പ്രസംഗിക്കുന്ന ആളാണ്, പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ള ആളാണ് എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം എന്നോട് ചോദിച്ചു, അല്ല അവിടെ നിന്ന് പറയുവാണ്, തങ്കച്ചൻ തുണ്ടിയിൽ എന്ന് പറഞ്ഞ ആൾ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞു. ഞാനങ്ങ് എഴുന്നേറ്റ് നിൽക്കുന്നു. എഴുന്നേറ്റ് നിന്ന് കഴിയുമ്പോൾ അച്ഛൻ എന്നോട് പറയുന്നു, തങ്കച്ചൻ തുണ്ടിയിൽ ഈ സ്റ്റേജിലേക്ക് കയറി വരാൻ പറയുന്നു. ഞാൻ ആ സ്റ്റേജിലേക്ക് കയറി ചെല്ലുന്നു. സ്റ്റേജിലേക്ക് കയറി ചെല്ലുമ്പം അച്ഛൻ പറയുവാണ്, ഇവിടെ 10 പേരെ നിങ്ങൾ വിളിച്ചു വരുത്തിയ രീതിയിൽ നിങ്ങളുടെ നാട്ടുകാരനായ ഒരു സുവിശേഷ പ്രഘോഷകനും എഴുത്തുകാരനും പരിശുദ്ധ കുർബാനയെ സ്നേഹിക്കുന്ന മനുഷ്യനുമായ ഈ തങ്കച്ചൻ തുണ്ടിയിലിനെ കൂടെ നിങ്ങൾ വിളിക്കേണ്ടതായിരുന്നു. നിങ്ങളത് ചെയ്തില്ല. എങ്കിൽ ഞാനത് ചെയ്താൻ പോവുക. അന്ന് വിശിഷ്ട അതിഥി കുറ്റിക്കലച്ചനായതുകൊണ്ട് കുറ്റിക്കലച്ചന് എന്നെ പൊന്നാട അണിയിച്ചുകൊണ്ടാണ് ആദരിച്ചത്. അദ്ദേഹത്തെ അണിയിച്ചിരുന്ന പൊന്നാട എന്നെ അണിയിച്ചുകൊണ്ട് അദ്ദേഹം പറയുവാണ്, തങ്കച്ചൻ തുണ്ടിയിലിനെ എനിക്ക് തന്ന പൊന്നാട അണിയിച്ചുകൊണ്ട് തങ്കച്ചൻ തുണ്ടിയിലിനെ ഞാൻ ആദരിക്കുന്നു. ഇവിടെയൊക്കെ ഞാൻ മനസ്സിലാക്കിയ കാര്യം, സുവിശേഷ പ്രഘോഷണം ഒരു ചെറിയ കാര്യമല്ല എന്ന് പരിശുദ്ധ അമ്മ ഈശോയൊക്കെ എനിക്ക് കാണിച്ചു തന്നൊരു കാര്യമാണ്. പിന്നെ ഞാൻ ഒരിക്കൽ ഓർക്കുന്നു, നമ്മുടെ ആത്മരക്ഷയും മറ്റുള്ളവരുടെ ആത്മരക്ഷയായിട്ട് ബന്ധമുണ്ട്. ഒരിക്കൽ ഞാനിങ്ങനെ പ്രാർത്ഥനയിലൊക്കെ മുന്നേറുന്ന കാലത്ത് 5-6 ചെറുപ്പക്കാർ, ജീസസ് യൂത്തിൽപ്പെട്ട 5-6 ചെറുപ്പക്കാർ എന്നെ തടഞ്ഞു നിർത്തിക്കൊണ്ട് പറഞ്ഞ ഒരു കാര്യമുണ്ട്, തങ്കച്ചൻ ചേട്ടൻ ഇങ്ങനെ കുർബാനയിൽ പങ്കെടുത്ത് അല്ലെ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ച് ആ ജപമാല ചൊല്ലി മരിച്ച് സ്വർഗത്തിൽ ചെന്ന് കർത്താവേ ഞാനിതാ വന്നിരിക്കുന്നു എന്ന് പറയുന്നേക്കാളും ഈശോയ്ക്ക് ഇഷ്ടം തങ്കച്ചൻ ചേട്ടൻ സമൂഹത്തിലേക്ക് പുറത്തേക്ക് ഇറങ്ങി കുറേ ആൾക്കാരും കൂടെ കൂട്ടിക്കൊണ്ട് കർത്താവേ ഞങ്ങളിതാ വന്നിരിക്കുന്നതാന്ന് പറയുന്നതാണ് ഈശോയ്ക്ക് ഇഷ്ടം. അങ്ങനെ അതാണ് ഞാൻ സമൂഹത്തിലേക്ക് സുവിശേഷം പ്രഘോഷിക്കാനും എഴുതാനുമൊക്കെ എനിക്ക് പ്രചോദനം കിട്ടിയ കാര്യം അതാണ്. അതുകൊണ്ട് നമ്മുടെ ആത്മരക്ഷയെ മറ്റുള്ളവരെ ആത്മരക്ഷയായിട്ട് ബന്ധമുണ്ട്. ജപമാല ചൊല്ലുക, ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക. നമുക്ക് ഈശോയ്ക്ക് സാക്ഷി നേടാൻ അവസരങ്ങൾ ഈശോ ഒത്തിരി ഉണ്ടാക്കി തരും. പരിശുദ്ധ അമ്മ നമ്മളെ സഹായിക്കും.